सबको माफ करते हुए और सबसे माफी मांगते हुए उठ जाओ. ठीक है. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ദയാവധം ഉത്തർപ്രദേശ് സ്വദേശിയായ ഹരീഷ് റാണയ്ക്ക്. നമ്മളെല്ലാവരും കണ്ടതാണ് ഹരീഷ് റാണ മരിക്കുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ. അതായത് വീട്ടിൽ നിന്ന് എയിംസ് ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലേഡി വന്നിട്ട് നെറ്റിയിൽ സിന്ദൂരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, എല്ലാവരോടും ക്ഷമിക്കണം, എല്ലാവർക്കും മാപ്പ് കൊടുക്കണം എന്നൊക്കെ പറയുന്നൊരു വീഡിയോ. ആ സമയത്ത് എന്തൊക്കെയോ പറയാൻ വെമ്പുന്ന ഹരീഷ് റാണയെ, കണ്ണുകൾ ചലിക്കുന്ന ഹരീഷ് റാണയെ നമ്മൾ കണ്ടിരുന്നു. എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക? ഇത്രയും നാളത്തെ യാതനകൾക്കൊടുവിൽ എന്നെ മരണത്തിലോട്ട് അയക്കുന്നതിനുള്ള നന്ദിയോ, അതോ മരണത്തിലോട്ട് അയക്കരുതേ എന്നോ? എന്തായാലും ആ ഒരു വീഡിയോ എല്ലാവരുടെയും മനസ്സിനെ ഒരുപാട് വിഷമത്തിലാഴ്ത്തിയ ഒരു വീഡിയോ ആയിരുന്നു. ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ട മറ്റൊരു മുഖം കൂടിയുണ്ട്. അരുണ ഷാൻബാഗ് എന്ന് പറയുന്ന ഒരു പാവം സ്ത്രീയുടെ മുഖം. 1973 മുംബൈയിലെ കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഒരു യുവ നേഴ്സായിരുന്നു. അതായത് 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവ നേഴ്സായിരുന്നു അരുണ ഷാൻബാഗ്. അതേ ഹോസ്പിറ്റലിൽ തന്നെ വാർഡ് ബോയ് ആയ സോഹൻലാൽ വാൽമീകി എന്ന് പറയുന്നൊരു ക്രിമിനലിൻ്റെ കൈകളാൽ, അതായത് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഡ്രസ്സിംഗ് റൂമിലോട്ട് പോയ അരുണ ഷാൻബാഗിനെ പട്ടിയുടെ കഴുത്തിൽ കെട്ടുന്ന തുടലുകൊണ്ട് അരുണ ഷാൻബാഗിൻ്റെ കഴുത്തിൽ ഞെരിക്കുകയും സെർവിക്കൽ കോഡ് ഡാമേജായി തലച്ചോറിലോട്ടുള്ള ഓക്സിജൻ നിലച്ച് ബോധരഹിതയായ അരുണ ഷാൻബാഗിനെ അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്തു. നീണ്ട 11 മണിക്കൂറിന് ശേഷമാണ് ആശുപത്രി ജീവനക്കാർ അരുണ ഷാൻബാഗിനെ കാണുന്നത്. ആ സമയത്ത് രക്തത്തിൽ കുളിച്ച് മറ്റ് ശരീരം മൊത്തം തളർന്നു, സംസാരശേഷി നഷ്ടപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ട് കിടക്കുന്ന അരുണ ഷാൻബാഗിനെയാണ് ഹോസ്പിറ്റൽ ജീവനക്കാർ കണ്ടെടുത്തത്. ഈ ഒരു സമയത്ത് സോഹൻലാൽ വാൽമീകിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 14 വർഷത്തെ തടവിന് ശേഷം അയാളുടെ നോർമൽ ലൈഫിലോട്ട് പോയി. പക്ഷേ നീണ്ട 42 വർഷമാണ് അരുണ ഷാൻബാഗ് ജീവശവമായി ഒരേ കിടപ്പ് കിടന്നത്. അതായത് സംസാരിക്കാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഒരേ കിടപ്പ്, കോമ സ്റ്റേജിലാണ്. പക്ഷെ ചില സമയത്ത് ഉറങ്ങാൻ കഴിയും, ഉണരാൻ കഴിയും. ആ ഒരു അവസ്ഥയിൽ മാത്രമാണ് അരുണ ഷാൻബാഗ് കഴിഞ്ഞിരുന്നത്. 2009 മാധ്യമപ്രവർത്തകയായ പിങ്കി വിരാനി കോടതിയെ സമീപിച്ചു. ദയാവധത്തിൻ്റെ ആവശ്യമായിട്ട് കോടതിയെ സമീപിച്ചെങ്കിലും 2011 സുപ്രീം കോടതി ദയാവധം തള്ളി. എന്നിരുന്നാലും ഇന്ത്യയിൽ ദയാവധം അനുവദിക്കാനുള്ള നിയമ നടപടികൾക്ക് അന്ന് തുടക്കം കുറിക്കുകയുണ്ടായി. അങ്ങനെ 2018 റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ആ ഒരു നിയമം, അതായത് ജീവിക്കാൻ കഴിയില്ല എങ്കിൽ അന്തസ്സായിട്ട് മരിക്കാൻ കഴിയണം എന്ന് പറയുന്ന ആ ഒരു റൈറ്റ് ആർട്ടിക്കിൾ 21 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റിൽ ഉൾപ്പെടുത്തി. അതാണ് ഇന്ന് ഹരീഷ് റാണയ്ക്ക് ദയാവധം അനുവദിച്ചത്. പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലൂടെയാണ്, അതായത് പെർസിസ്റ്റൻ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരവസ്ഥ, അതായിരുന്നു ഹരീഷ് റാണയ്ക്കും ഈ പറയുന്ന അരുണ ഷാൻബാഗിനുമൊക്കെ. അരുണ ഷാൻബാഗ് 2015 ന്യൂമോണിയ ബാധിച്ചാണ് മരിക്കുന്നത്. ഹരീഷ് റാണയ്ക്ക് പാസീവ് യൂത്തനേഷ്യ അനുവദിച്ചു. ആക്റ്റീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നത് മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് മരണത്തിലോട്ട് വിടുക. പക്ഷേ പാസീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ ലൈഫ് സപ്പോർട്ടുകളെല്ലാം മെല്ലെ മെല്ലെ നീക്കി, ന്യൂട്രീഷൻ സപ്പോർട്ടും ലൈഫ് സപ്പോർട്ടുകളും ഓക്സിജൻ ട്യൂബുകൾ അങ്ങനെയുള്ള എല്ലാം മെല്ലെ മെല്ലെ മാറ്റിക്കൊണ്ട് മരണത്തിലോട്ട് വിടുക. അങ്ങനെ ഹരീഷ് റാണ ആ നരകയാതനകൾക്കൊടുവിൽ യാത്രയായി. ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, ഒരച്ഛനമ്മമാർക്കും ഉണ്ടാകാതിരിക്കട്ടെ ഇങ്ങനൊരവസ്ഥ. പൊന്നുപോലെയാണ് അച്ഛനും അമ്മയും നോക്കിയത് ആ മകനെ. അത്രയും നാളത്തെ നരകയാതനകൾക്കൊടുവിൽ മെഡിക്കൽ ബോർഡ് പറഞ്ഞു, ഇനി ജീവിതത്തിലോട്ട് തിരിച്ചില്ല, ഈ ഒരു അവസ്ഥയിൽ തുടരുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് മോന് മരിക്കാനുള്ള, അതായത് ദയാവധത്തിന് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടത്തിന്, അതായത് അത് നടപ്പിലാക്കണമെന്ന ആ ഒരു താല്പര്യവുമായി അച്ഛനും അമ്മയും ചെല്ലുന്നത്. ഒരച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, ഒരു മക്കൾക്കും ഈ ഒരു നരകയാതന അനുഭവിക്കാൻ ഇടവരാതിരിക്കട്ടെ.